ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 18 വാമനാരോഹണം. അനിരുദ്ധസ്വാമിയുടെ ആ യജ്ഞാശ്വം, യജ്ഞകുതിര അങ്ങനെ സ്വന്തം ഇഷ്ടാനുസരണം നടന്ന് സിംഹളദ്വീപിന് സമീപം വിഹരിക്കവേ ദാഹം മാറ്റുവാനായി ഒരു തടാകത്തിനടുത്തു ചെന്നു. അപ്പോൾ ഭീഷണൻ എന്നു പേരായ ഒരു രാക്ഷസൻ അതിനെ കാണുകയും അതിൻ്റെ നെറ്റിയിലുള്ള ഫലകം വായിക്കുകയും അതിനെ പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. അതു കണ്ട യാദവന്മാർ അവനോട് അതിനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ കുതിരയെയും കൊണ്ട് ആകാശത്തിലൂടെ സ്വന്തം പുരിയിലേക്ക് പോയി. എങ്ങനെയാണ് അതിനെ തിരിച്ചു പിടിക്കുക എന്നാലോചിച്ച് യാദവന്മാർ ദുഃഖിതരായിത്തീർന്നു. അനിരുദ്ധൻ അതിനെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം ആലോചിക്കവേ സാമ്പൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് തങ്ങൾ യുദ്ധം ചെയ്തിട്ടെങ്കിലും അതിനെ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അനിരുദ്ധൻ ഉദ്ധവരോട് എന്തെങ്കിലും ഉപായം പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. തന്നാൽ എന്ത് ഉപായമാണ് പറയാൻ പറ്റുക എന്നായിരുന്നു ഉദ്ധവൻ്റെ മറുപടി. വിഷ്ണു ഭഗവാനാൽ ദത്തമായ ആ വിമാനം ഉപയോഗിച്ച് സൈന്യസമേതം ഉപലങ്കയിൽ പോയി യുദ്ധം ചെയ്യാമെന്ന് അനിരുദ്ധൻ തീരുമാനിച്ചു. ഉപലങ്കയിലെത്തിയ അനിരുദ്ധൻ ബാണങ്ങളെ കൊണ്ട് വനങ്ങളും ഉപവനങ്ങളും നഗരങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി. ഭീഷണനും അനിരുദ്ധനും തമ്മിൽ ഏറ്റുമുട്ടി. ബാണങ്ങളെ കൊണ്ടുള്ള യുദ്ധത്തിൽ വിജയം കാണാതെ ഭീഷണൻ ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗദൻ്റെ ഗദാപ്രഹരത്താൽ ഭീഷണൻ തല പൊട്ടി ബോധമറ്റ് നിലം പതിച്ചു. ഭീഷണൻ്റെ ശരാഘാതത്തിൽ ബോധമറ്റ് നിലം പതിച്ചിരുന്ന അനിരുദ്ധൻ ബോധം തെളിഞ്ഞ് വീണ്ടും യുദ്ധത്തിനെത്തി. യാദവർക്ക് ആശ്വാസമായി. നാരദൻ്റെ വാക്കുകേട്ടിട്ട് ഭീഷണൻ്റെ പിതാവായ ഭഗൻ കുപിതനായി. ഭയങ്കര സ്വരൂപിയായ അവൻ്റെ വരവ് കണ്ടിട്ട് യാദവർ ഭയപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ച് പുത്രനായ ഭീഷണൻ വീണുകിടക്കുന്നത് കണ്ട അവൻ ശോകനിമഗ്നനായി. അപ്പോഴേക്കും ഭീഷണൻ ബോധം തെളിഞ്ഞ് ഗദനെ പോരിന് വിളിച്ചു. അതിനിടയിൽ ഭഗൻ ഭീഷണനോട് യാദവന്മാരുമായുണ്ടായ യുദ്ധത്തിൻ്റെ കാരണം അന്വേഷിച്ചു. അശ്വമേധത്തിൻ്റെ കുതിരയെ പിടിച്ചു കെട്ടിയതു മുതലുള്ള വിവരങ്ങൾ ഭീഷണൻ ഭഗനെ ധരിപ്പിച്ചു. അത് കേട്ട ഭഗൻ തൻ്റെ ഗദയുമായി യാദവ സൈന്യത്തിലേക്ക് പ്രവേശിച്ച് ഭടന്മാരെ അത്യധികം പ്രഹരമേൽപ്പിച്ചു. അപ്പോൾ സാമ്പൻ രംഗത്തു വന്ന് അമ്പെയ്ത് ഭഗൻ്റെ ശരീരം താഴെ വീഴ്ത്തി. അവൻ വീണ്ടും എഴുന്നേറ്റുവെങ്കിലും സാമ്പൻ്റെ ബാണങ്ങൾ അവനെ ലങ്കയിലെത്തിച്ചു. അവൻ വീണ്ടും വന്ന് സാമ്പനോട് എതിർത്തു. സാമ്പൻ ഭഗൻ്റെ മാറിലേക്ക് ഗദപ്രയോഗങ്ങൾ ചെയ്തു. അവൻ സാമ്പനെ ഒഴിവാക്കി യാദവ സൈന്യത്തോട് എതിർത്തു. അപ്പോൾ അനിരുദ്ധൻ മുന്നോട്ട് വന്ന് ഭഗനുമായി പോരിൽ ഏർപ്പെട്ടു. അനിരുദ്ധൻ്റെ ബാണങ്ങളേറ്റ് ഭീഷണനും ഭഗനും താഴെ വീണു. എന്നാൽ ഭഗൻ വീണ്ടും എഴുന്നേറ്റ് അനിരുദ്ധനെ വിഴുങ്ങാനൊരുങ്ങി. അനിരുദ്ധൻ യമദണ്ഡം പ്രയോഗിച്ച് ഭഗനെ താഴെ വീഴ്ത്തി. അപ്പോൾ ഭീഷണൻ വീണ്ടും യാദവരെ സംഹരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സാമ്പൻ അനിരുദ്ധൻ്റെ മഹത്വം മുഴുവനും അവന് പറഞ്ഞുകൊടുത്തു. സാമ്പൻ്റെ വാക്കുകേട്ട ഭീഷണൻ തൻ്റെ പുരിയിൽ ചെന്ന് അനേകം ദ്രവ്യങ്ങളോടുകൂടെ കുതിരയെ തിരിച്ചു കൊണ്ടുവന്ന് അനിരുദ്ധന് നൽകി. അനിരുദ്ധൻ അവനോട് തൻ്റെ സൈന്യത്തിൻ്റെ കൂടെ ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. അനിരുദ്ധൻ യാദവ സൈന്യത്തോടൊന്നിച്ച് കുതിരയെ വിമാനത്തിൽ കയറ്റി ആകാശമാർഗേണ പുറപ്പെട്ടു. ഹരേ കൃഷ്ണ.